कृष्ण बलराम कृष्ण बलराम कृष्ण बलराम बोलो कृष्ण बलराम कृष्ण बलराम. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. കഥാഞ്ചന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമ്മൾക്ക് ഭഗവാന്റെ തിരുനാമ മഹാത്മ്യങ്ങളെക്കുറിച്ച് കേൾക്കാനുള്ള ഒരു അവസരം നൽകിയിരിക്കുന്ന നമ്മുടെ ഈ ബലറാം ക്ഷേത്ര ടീമിനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. വളരെ നല്ലൊരു കർത്തവ്യമാണ് ഈ ഒരു ടീം ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ ശില പ്രഭുപാദിന്റെ കൂടെ നാമം ജപിക്കുകയും മംഗളാരതി അറ്റൻഡ് ചെയ്യുകയും സുഭാഷിതം എന്ന നാമധേയത്തില് ഭഗവാന്റെ തിരുനാമ മഹാത്മ്യങ്ങൾ കേൾക്കാനും സാധിക്കുന്ന ഒരു അവസരം വളരെ ദുർലഭമായിട്ട് ലഭിക്കുന്നതാണ്. അത് വിനിയോഗിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ കൂടി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമുക്ക് ഭഗവാന്റെ തിരുനാമത്തിനെ കുറിച്ചിട്ട് ചെറിയ ഒരു കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ ഒരു ശ്ലോകത്തിന്റെ യഥാർത്ഥ സോഴ്സ് ഏതാണ് എന്നറിയില്ല. ഇറ്റ്സ് അൺനോൺ സോഴ്സ്. പക്ഷെ വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ്. ഭഗവാന്റെ കീർത്തനം നമ്മൾ ജപിക്കുന്നതിന്റെ എത്രമാത്രം മഹത്വമുണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ശ്ലോകമാണ്. കാലക്ഷേപോന്ന കർത്തവ്യ ക്ഷീണമായു ക്ഷണേ ക്ഷണേ യമസ്യ കരുണാ നാസ്തി കർത്തവ്യം ഹരികീർത്തനം. മലയാളം അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ശ്ലോകം തന്നെയാണിത്. കാലക്ഷേപോ ന കർത്തവ്യ ക്ഷീണം ആയു ക്ഷണേ ക്ഷണേ യമസ്യ കരുണാ നാസ്തി കർത്തവ്യം ഹരികീർത്തനം. ശാസ്ത്രങ്ങളിലെ പല സ്ഥലങ്ങളിൽ നമ്മളുടെ കർത്തവ്യത്തെ നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്ന ധാരാളം ശ്ലോകങ്ങളുണ്ട്. ഇതുമായി അനുബന്ധിച്ച് ശ്രീമദ് ഭാഗവത്തില് 7-ാമത്തെ സ്കന്ധത്തില് 6-ാം അധ്യായത്തില് 4-ാമത് ശ്ലോകത്തിൽ പ്രഹ്ലാദ് മഹാരാജാവ് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഈ ഒരു ശ്ലോകത്തെ നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം? കാലക്ഷേപോന്ന കർത്തവ്യ ക്ഷീണമായു ക്ഷണേ ക്ഷണേ. നമ്മളുടെ ആയുസ് ഓരോ ക്ഷണം കഴിയുന്തോറും ക്ഷീണിച്ചു കൊണ്ടിരിക്കുകയാണ്, അതായത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ക്ഷണം കഴിയുന്തോറും നമ്മൾ മരണത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാലക്ഷേപോന കർത്തവ്യ, ശാസ്ത്രം നമ്മളോട് ആജ്ഞാപിക്കുകയാണ്, അതുകൊണ്ട് ദയവായി ഈ സമയത്തെ വേസ്റ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ യൂസ്ലെസ് ലേബറിൽ ഉപയോഗിക്കരുത്. അനാവശ്യമായ കർത്തവ്യങ്ങളിൽ ചെയ്തുകൊണ്ട് ഈ സമയത്തെ വ്യർത്ഥമാക്കരുത്. കാലക്ഷേപോ ന കർത്തവ്യ. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആണ് നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് വരേണ്ടത്. കാരണം ഭാഗവത്തില് 7-ാം സ്കന്ധത്തില് 6-ാം അധ്യായത്തില് 4-ാമത് ശ്ലോകത്തിൽ പ്രഹ്ലാദ് മഹാരാജാവ് പറയുകയാണ്, തത് പ്രയാസോ ന കർത്തവ്യോ യഥാ ആയുർവ്യയാപരം ന തഥാ വിന്ദതേ ക്ഷേത്രം മുകുന്ദാചരം ചരണാംബുജം. തത് പ്രയാസോ ന കർത്തവ്യ. പ്രയാസ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രയാസം എന്ന വാക്കിന് ഉപദേശാമൃതത്തില് രൂപഗോസ്വാമി പ്രഭുപാദർ എഴുതിയിരിക്കുന്ന
ആ ശ്ലോകത്തിൽ പ്രയാസം എന്നതിനെ കുറിച്ച് ചില പ്രഭുപാദ് നിർണ്ണയിക്കുന്ന അർത്ഥം, ഏതൊരു പ്രവൃത്തിയും ഭഗവത് നാമം ജപിക്കുന്നതിന് തടസ്സമാകുന്ന ഏതൊരു പ്രവൃത്തിയെയും പ്രയാസം എന്ന് പറയാം. ഈവൻ അത് ഭക്തിയുത സേവനം തന്നെ ആയിക്കൊള്ളട്ടെ. ഭഗവാന്റെ മൂർത്തി പൂജ, ഭാഗവതം ക്ലാസ് കേൾക്കാനോ പറയാനോ, ഭാഗവത സപ്താഹത്തിന് പോകാനോ, അല്ലെങ്കിൽ വിഗ്രഹ ആരാധന ആയിക്കൊള്ളട്ടെ, ഏതൊരു പ്രവൃത്തിയാണെങ്കിലും നമ്മളുടെ ബേസിക് സാധനയുടെ കാര്യമായ ജപത്തിനെ മുടക്കിക്കൊണ്ടാണ് എങ്കിൽ ആ ഒരു പ്രവൃത്തിയെ പ്രയാസം എന്ന് പറയാനായിട്ട് ചില പ്രഭുപാദ് നമുക്ക് അർത്ഥമാക്കി തന്നിട്ടുണ്ട്. സോ ഇവിടെ പറയുന്നത്, ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്, തത് പ്രയാസോ ന കർത്തവ്യോ. അതുകൊണ്ട് അങ്ങനെ പ്രയാസകരമായ ഒരു കർത്തവ്യവും ചെയ്യരുത്. ന കർത്തവ്യോ. പ്രഹ്ലാദ് മഹാരാജാവ് പറയുകയാണ്, യഥാ ആയുർവ്യയാപരം, അതായത് നമ്മുടെ ആയുസ്സിനെ കുറയ്ക്കുന്നതിന് ആയിട്ടുള്ള ഈ സമയത്തെ വ്യർത്ഥമായി ഉപയോഗിച്ചുകൊണ്ടുള്ള യാതൊരു പ്രവൃത്തിയും ചെയ്യരുത്. തഥാ വിന്ദതേ ക്ഷേത്രം മുകുന്ദ ചരണാംബുജം. മുകുന്ദന്റെ ചരണാംബുജത്തിൽ ആശ്രയം പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആ ലക്ഷ്യം. അതുകൊണ്ട് നമുക്ക് ആത്മസാക്ഷാത്കാരം സാധ്യമാകും. ഇവിടെയും പറയുകയാണ്, കാലക്ഷേപോ ന കർത്തവ്യോ. ടൈം, ഏത് കാലക്ഷേപോന എന്ന് പറഞ്ഞാല് ഇറ്റ്സ് ലൈക്ക് യൂസ്ലെസ് ലേബർ, അല്ലെങ്കിൽ ടൈം പാസ്. എക്സാക്ട്ലി പറയണേ, ടൈം പാസിനായിട്ട് സമയം വ്യർത്ഥമാക്കരുത്. ന കർത്തവ്യോ. അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യരുത്. കാരണം ക്ഷീണമായു ക്ഷണേ, ഓരോ നിമിഷം കഴിയും തോറും നമ്മളുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്, മരണത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വേസ്റ്റ് ആക്കരുതെന്ന് പറയുന്നത്? യമസ്യ കരുണ നാസ്തി. യമസ്യ കരുണ ന ആസ്തി. യമരാജാവ് നമ്മളോട് ഒരു ദാക്ഷിണ്യവും കാണിക്കത്തില്ല, ഒരു ഒരു മെഴ്സി ഇല്ല. കാരണം സമയമാകുമ്പോൾ നമ്മളെ അദ്ദേഹം വിളിച്ചിരിക്കും. സോ യമസ്യ കരുണ ന ആസ്തി. യമരാജാവിന് നമ്മളോട് ഒരു കരുണയിൽ 50 രൂപ കൊടുത്തോ, 500 രൂപ കൊടുത്തോ, 5 ലക്ഷം രൂപ കൊടുത്തോ, 5 കോടി രൂപ കൊടുത്താലും യമരാജാവിനെ ബ്രൈബ് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മുടെ കയ്യിലുള്ള സർവ്വസ്വത്തും സമ്പാദ്യങ്ങളും സർവവും നൽകാമെന്ന് പറഞ്ഞാലും ഒരു ക്ഷണം നമുക്ക് മുമ്പോട്ട് ജീവിതം ലഭിക്കുകയില്ല. സോ യമസ്യ കരുണ ന ആസ്തി. അതുകൊണ്ട് പറയുന്നത്, കർത്തവ്യം ഹരികീർത്തനം. നമുക്ക് ഒരേ ഒരു കർത്തവ്യം മാത്രമാണുള്ളത്, ഹരികീർത്തനം ചെയ്യുക, ഭഗവാന്റെ തിരുനാമം ജപിക്കുക. എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു ശ്ലോകം, എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, കാലക്ഷേപോ ന കർത്തവ്യോ. ഡോണ്ട് യൂസ് യുവർ, എത്രമാത്രം വിലമതിക്കാൻ സാധിക്കാത്തതാണ് നമ്മളുടെ ഈ സമയം. ആ സമയത്തിനെ ഒരു യൂസ്ലെസ് ലേബറിലേക്ക്, അല്ലെങ്കിൽ ടൈം പാസിലേക്ക് ഉപയോഗിക്കരുത്. ഒരു ഭക്തനെ സംബന്ധിച്ച് പറഞ്ഞാൽ ടൈമേ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ അദ്ദേഹം ടൈം പാസ് ചെയ്യും? സോ ഹി ഈസ് കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ഇൻ ഡിവോഷണൽ സർവീസ്. എല്ലായ്പ്പോഴും ഭഗവാന്റെ മനോഹരമായ ഓർമ്മകളിൽ മുഴുകിയിരിക്കുന്ന ആ ഭക്തന് ടൈം പാസ് ചെയ്യാനില്ല. പക്ഷെ ഇത് നമുക്ക് പ്രീച്ചിങ്ങിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന മനോഹരമായ ശ്ലോകമാണ്. നമുക്ക് എല്ലാവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാരണവശാലും നമ്മളുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ, ക്ഷീണമായു ക്ഷണേ എന്ന് ഓർക്കുക. എല്ലായ്പ്പോഴും ഓർക്കുക, എൻ്റെ സമയം, ഞാൻ മരണത്തിനോട് അടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ക്ഷണം കഴിയും തോറും. ക്ഷീണമായു ക്ഷണേ യമസ്യ കരുണ നാസ്തി. യമസ്യ കരുണ നാസ്തി. യമരാജാവിന് ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. പക്ഷേ ഭഗവാന്റെ തിരുനാമം ജപിക്കുമ്പോൾ നമ്മളുടെ അടുത്ത് യമരാജാവ് വരികയില്ല. അതായത് ബ്രഹ്മാണ്ഡ പുരാണം എന്ന് പറയുന്ന ഗ്രന്ഥത്തില് ബുദ്ധ കൗശിക എന്ന് പറയുന്ന ഒരു ആചാര്യൻ, ഒരു സന്യാസി വര്യൻ എഴുതിയ രാമരക്ഷ സ്തോത്രം എന്ന് പറയുന്ന ശ്ലോകത്തിൽ പറയുന്നു, ഭർജനം ഭവബീജാനാം ആർജവം സുഖസമ്പദാം തർജനം യമദൂതാനാം രാമേതി ഗർജനം. ഭർജനം ഭവബീജാനാം, അതായത് നമ്മളുടെ കർമ്മത്തിന്റെ ഫലമാകുന്ന ആ ബീജത്തിനെ വറക്കുകയാണ് ചെയ്തത്. ഭർജനം എന്ന് പറഞ്ഞാൽ വറക്കുക എന്നാണ്. ഏതൊരു ബീജത്തിനെയും നമ്മൾ വറുത്തു കഴിഞ്ഞാൽ അത് പിന്നെ പൊട്ടിമുളയ്ക്കില്ല. സാധാരണ ഒരു പയറുമണി നമ്മൾ കൊണ്ട് വെള്ളത്തിലിട്ടിട്ട് സ്പ്രൗട്ട് ചെയ്യിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. സ്പ്രൗട്ട് ചെയ്ത് സലാഡ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്പ്രൗട്ട് ചെയ്യിക്കുക. സ്പ്രൗട്ട് ചെയ്യുന്നതിനാൽ അതിലുള്ള ജീവനെ
നമ്മൾ വിരിയിക്കുകയാണ് ചെയ്യുന്നത്, അതിനെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ സ്പ്രൗട്ട് ചെയ്യുന്ന ആ പയറിനെ നമ്മളൊന്ന് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഏത് വെള്ളത്തിലിട്ടാലോ എന്ത് വളം കൊടുത്താലോ അത് ഒരിക്കലും മുളയ്ക്കുകയില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വന്ന പാപ പുണ്യ കർമ്മങ്ങളുടെ ഫലമാകുന്ന ആ ബീജത്തിനെ വറക്കുകയാണ് ചെയ്യുന്നത്. ഭർജനം ഭവബീജാനാം, ആർജവം സുഖസമ്പദാം, എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ നന്മകളും നമുക്ക് ആർജിക്കാൻ സാധിക്കുന്നു. തർജനം യമദൂതാനാം, യമദൂതന്മാരെ നമ്മൾ പായിച്ചു വിടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അടുത്തേക്ക് വരാനേ ഉള്ള അവസരം യമദൂതന്മാർക്ക് ഉണ്ടാവുന്നില്ല. എങ്ങനെയാണ് എങ്കിൽ രാമരക്ഷ സ്തോത്രത്തില് ബുദ്ധ കൗശിക സ്വാമി പറയുകയാണ്, രാമേതി ഗർജനം, ഭഗവാൻ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ നാമത്തിനെ ഗർജിക്കുകയാണെങ്കിൽ, അലറി വിളിക്കുകയാണെങ്കിൽ, ഉറച്ച് ജപിക്കുകയാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഒരേപോലെ നടക്കുന്നു. ഭർജനം ഭവബീജാനാം, കർമ്മത്തിന്റെ ബീജത്തിനെ വറുത്ത് അതിനെ നശിപ്പിക്കുന്നു. മുളയ്ക്കാതെ അതിന്റെ റിസൾട്ട് വരാനുള്ള അവസരമുണ്ടാക്കാതെ അതിനെ നശിപ്പിക്കുന്നു. ആർജവം സുഖസമ്പദാം, എല്ലാ സർവ്വ ഐശ്വര്യങ്ങളെയും ആർജിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കുന്നു. തർജനം യമദൂതാനാം, യമദൂതനെ ഓടിച്ചു വിടുന്നു. രാമന്റെ നാമം ജപിക്കുന്ന, ഹരേ കൃഷ്ണ മഹാമന്ത്രം വായിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തന്റെ അടുത്ത് യമദൂതന്മാർ വരില്ല എന്ന ഗ്യാരണ്ടി അവിടെ തരികയാണ്. അതാണ് രാമേതി ഗർജനം. നമുക്ക് എല്ലാവർക്കും അജാമിളന്റെ കഥ അറിയാം. നാരായണ എന്ന് നാമം വിളിച്ച് ആ ഒറ്റ കാര്യം കൊണ്ട് മാത്രം ഭഗവാന്റെ വിഷ്ണുദൂതന്മാര് എത്തുകയും അദ്ദേഹത്തിനെ ആ യമദൂതന്മാരിൽ നിന്ന് രക്ഷിക്കുന്ന കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഈ 2 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. അതായത് സമയം യൂസ്ലെസ് ആയിട്ടുള്ള ലേബറിൽ ടൈം പാസിന് വേണ്ടി ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. ഭഗവാന്റെ തിരുനാമം എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക. അത് ചെയ്തുകൊണ്ട് യമദൂതനെ നമുക്ക് ഓട്ടിവിടാൻ പറ്റും, ഓടിച്ചു വിടാൻ സാധിക്കും. അതുപോലെ തന്നെ ഭഗവാന്റെ ആ തിരുനാമം എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ എല്ലാ കർമ്മബന്ധനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കർമ്മഫലങ്ങളുടെ ബീജത്തെ എല്ലാം വറുത്ത് അതിനെ നശിപ്പിക്കാനും കഴിവുള്ളതാണ് ഭഗവാന്റെ തിരുനാമം എന്ന് നമ്മൾ എല്ലാ ദിവസവും ഓർത്തുകൊണ്ട്, ഭഗവാന്റെ ആ തിരുനാമത്തിന്റെ മഹിമ ഓർത്തുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ജപിക്കുക. നമുക്ക് കിട്ടുന്ന ഈ ഒരു സുവർണ അവസരത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് ശ്രീല പ്രഭുപാദിന്റെ ആ ശബ്ദത്തിൽ കൂടി നമുക്ക് കൂടെ ഇരുന്നു കൊണ്ട് നമുക്ക് തിരുനാമം ജപിക്കാനും കിട്ടുന്ന ഈ ഒരു അവസരത്തെ പൂർണ്ണമായും വിനിയോഗിച്ചുകൊണ്ട് എല്ലാ ദിവസവും നമ്മളുടെ നല്ലൊരു ദിവസത്തില് ഒരു ശുഭാരംഭം കുറിക്കാൻ നമുക്ക് സാധിക്കും എന്ന് ആഗ്രഹിക്കുകയാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരിനാം പ്രഭു की जय, हरे कृष्ण महामंत्र की जय, श्रील प्रभुपाद की जय.